അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പേവിഷബാധ പ്രതിരോധ 3ാം ഘട്ട ബോധവൽക്കരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര പേവിഷ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം 3ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള പേവിഷബാധ ബോധവൽക്കരണ പ്രചാരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടത്തി. മൃഗസംരക്ഷണ വകുപ്പിന്റെയും നിർമ്മല കോളേജ് NSS യൂണിറ്റിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് വ്യാപകമായി പ്രചരണം കാരണം പേവിഷബാധ ഇപ്പോൾ പട്ടി കടിച്ചാൽ അടിയന്തരമായി ചെയ്യേണ്ട ശുശ്രൂഷ എന്താണെന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടാകും. അതിന് നമ്മൾ ആശങ്കപ്പെടാതെയോ അല്ലെങ്കിൽ ടെൻഷനിലാതെയോ അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് മുറിവ് കഴുകി നമുക്ക് വളരെ പെട്ടെന്ന് അതിന് പ്രതിരോധിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അതിന് പകരം നമ്മൾ ആശങ്കപ്പെട്ട് ടെൻഷൻ അടിച്ച് പിന്നെ അത് വേറൊരു രൂപത്തിലേക്ക് മാറുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരമാവധി തെരുവ് നായ്ക്കളുടെ ശല്യം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതുപോലെ തന്നെ ഈ തെരുവ് നായ്ക്കളെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പേവിഷബാധ വ്യാപകമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാകണം. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രിയപ്പെട്ട NSSന്റെ കുട്ടികൾ, കാരണം ഞാൻ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഏത് മീറ്റിങ്ങിൽ പോകുമ്പോൾ വലിയ സന്തോഷമാണ്. ഞാൻ 5 വർഷക്കാലം നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തകനായിരുന്ന ഒരാളാണ്. 3 വർഷം വോളണ്ടിയർ സെക്രട്ടറി ആയിരുന്നു. 5 ദശദിന ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരു ദേശീയ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ എന്ന് എനിക്ക് എവിടെയും അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സാമൂഹ്യമായ ഉത്തരവാദിത്വം പഠന സമയത്ത് തന്നെ ഏറ്റെടുത്ത് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം സാമൂഹ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പറ്റം കുട്ടികളുടെ മുമ്പിലാണ് ഞാൻ സംസാരിക്കുന്നത് ബോധ്യമാണ് എനിക്കുള്ളത്. ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP ഇൽദോസ് പേവിഷബാധ ബോധവൽക്കരണ പ്രചാരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മിഷൻ റേബീസ് എഡ്യൂക്കേഷൻ ഓഫീസർ രഞ്ജിത്ത് K. ജോയി പേവിഷബാധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. എറണാകുളം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ G. സജികുമാർ, നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ K. കുര്യാക്കോസ്, മൂവാറ്റുപുഴ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ ലീന പോൾ, ആവോലി വെറ്ററിനറി സർജൻ ഡോക്ടർ ആശ അബ്രഹാം, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ VM ഷാജിമോൻ, NSS കോർഡിനേറ്റർ ഡോക്ടർ സംഗീത നായർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിംഗ് ഫ്രം മെന്റർ അക്കാഡമി, എക്സ്പെർട്ട് ലെവൽ ട്രെയിനിംഗ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ്. വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പെറന്റ്, വിശ്വസ്തം.